മാത്തമാറ്റിക്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുമ്പോൾ 25 ക്വസ്റ്റ്യൻസ്, ഈ 25 ക്വസ്റ്റ്യൻസിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ കാൽക്കുലേഷന് കാര്യമായ ലെങ്തി സ്റ്റെപ്പുകൾ വരുന്നില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതൊരു ഫസ്റ്റ് 20 മിനിറ്റ്സിനകം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 1-2 എക്സാമ്പിൾ പറയാൻ പറ്റുന്ന 3 ഡയമെൻഷണൽ ജിയോമെട്രി. 3 ഡയമെൻഷണൽ ജിയോമെട്രിയിൽ നിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ, ഇമേജ്, ചിലപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ക്വാഡ്രാറ്റിക്കിൽ നിന്നാവാം, ചിലപ്പോൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നിന്നാവാം. നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ഫോർമുല ശരിക്കറിയാം, കൂടുതൽ സ്റ്റെപ്പുകൾ വരുന്നില്ല. അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കിടെ കൈ കിട്ടും. അത് ഒരു 15 to 20 മിനിറ്റ്സ്, 20 മിനിറ്റ്സിനകം തീർക്കുക. ഇനി ഒരു 10 ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ സ്റ്റെപ്സ് കൂടുതലൊക്കെ എഴുതി ചെയ്യേണ്ട വരും, ഒന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ 10 ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടെ സമയം നിങ്ങൾ അലോട്ട് ചെയ്യുക. അത് സെക്കൻഡ് റൗണ്ടിൽ അതിനെ കൺസിഡർ ചെയ്യുക. ഒരു 40 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 60 മിനിറ്റോ ആ ക്വസ്റ്റ്യൻസിന് വേണ്ടി മാറ്റി വയ്ക്കാം. അതൊരു 8 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ്, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ളതുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ധൈര്യമായിട്ട് അത് വിട്ടുകളഞ്ഞോളൂ. ഇത്രയും ക്വസ്റ്റ്യനെങ്കിലും മാത്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക.